ഡൽഹിയിലെ കാശ്മീരി ഗേറ്റിൽ നിന്ന് നോർത്ത് വേ ഓൾവോ എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ ഹിമാചൽ പ്രദേശിലേക്ക് യാത്ര തിരിച്ചത്. യാത്രക്കാർക്ക് അത്താഴം കഴിക്കുന്നതിന് വേണ്ടി വണ്ടി ഒരിടത്ത് നിർത്തി. ഒരാൾക്ക് ബസ്സിൽ 650 രൂപയാണ് യാത്രാ ചെലവ്. കാശ്മീരി ഗേറ്റിൽ നിന്ന് 12 മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ മണാലിയിലെത്തി. വണ്ടിയുടെ ഭയങ്കര കുലുക്കമാണ് നമ്മളെ ഉണർത്തിയത്. വലിയ കല്ലുകൾ നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് വണ്ടി ഇപ്പോൾ പോകുന്നത്. ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി മനോഹരമായ കാഴ്ചയായിരുന്നു. ഒരു നദി. മണാലിയിലെ ഓൾവോ സ്റ്റാൻഡിൽ ഞങ്ങൾ ഇറങ്ങി. ചുറ്റും മലനിരകൾ കാണാം. വണ്ടിക്കകത്തെ തണുപ്പ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ തണുപ്പ് ഒന്നുകൂടി കൂടി. അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് ഞങ്ങൾ റൂമിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന റൂമിന് 3 സ്റ്റാർ ഫെസിലിറ്റിയാണ്. എങ്കിലും റേറ്റ് വളരെ കുറവാണ്. ഓഫ് സീസണാണ് കാരണം. 675 രൂപയായിരുന്നു റൂമിൻ്റെ ചാർജ്. മണാലിയിലെ നിരത്തിലൂടെ ഞങ്ങളുടെ യാത്ര തുടർന്നപ്പോൾ അങ്ങ് ദൂരെ കുന്നിൻ്റെ മുകളിൽ ഗോൾഡൻ കളറിൽ പ്രകാശിക്കുന്ന മഞ്ഞുമലകൾ കാണാം. ഇടിഞ്ഞു താണിറങ്ങിയ വഴിയോരങ്ങൾ. ഇതിന് തൊട്ടു മുമ്പുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയതാണ് ഇവിടുത്തെ റോഡുകൾ. ഇടിഞ്ഞ് താഴ്ന്നതാണ് വഴിയോരങ്ങൾ. മനോഹരമായ കാഴ്ചകൾ. ആ നദിക്ക് ഏറെ ഭംഗി നൽകുന്നത് അതിനകത്ത് ചിതറിക്കിടക്കുന്ന പാറക്കൂട്ടങ്ങളാണ്. വെള്ളാരം നിറമുള്ള പാറക്കൂട്ടങ്ങൾ. -3 ഡിഗ്രിയാണ് അന്ന് രാവിലത്തെ താപനില. ഞങ്ങൾ ഏകദേശം റൂമിൻ്റെ അടുത്തെത്താറായിരിക്കുന്നു. ഒരു കുന്നും മലകളും കയറി വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ആ കുന്നിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ റൂം. വണ്ടി റിവേഴ്സ് എടുത്താണ് അവിടേക്ക് കയറ്റിയത്. ഒരു ഭാഗത്ത് ഞങ്ങൾ നേരെ റൂമിലെത്തി. ബാൽക്കണിയിലാണ് ആദ്യം വന്നത്. അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അങ്ങ് ദൂരെ ഹിമാലയൻ മലനിരകൾ, മഞ്ഞുമൂടി കിടക്കുന്ന മലനിരകൾ. തൊട്ടു താഴെയായി പച്ചപ്പുമുണ്ട്. ആ കാഴ്ചകൾ ഏറെ മനോഹരമായിരുന്നു. ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് മണാലി. ഇതൊരു മലം പ്രദേശമാണ്. ഞങ്ങൾ റൂമെടുത്തിരിക്കുന്നത് മണാലിയിലാണ്. അന്ന് റൂമിൽ നിന്നും ഫ്രഷായി ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഒരു ടാക്സി വിളിച്ച് മണാലിയിൽ നിന്നും നേരെ കുളുവിലേക്ക് യാത്ര. വഴിയിൽ സഞ്ചാരികൾക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന ബലൂണുകൾ. വിനോദത്തിൻ്റെ ഒരു മേഖല. വീണ്ടും ബലൂണുകൾ കണ്ടു. തകർന്ന പാലങ്ങളും തകരാത്ത പാലങ്ങളും കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ഒരു സ്ഥലം പോലും ഒഴിവാക്കാനില്ല. എല്ലാ മനോഹരമായ കാഴ്ചകളാണ്. ഒരു സൈഡിൽ കുന്നും പ്രദേശമെങ്കിൽ മറ്റൊരു സ്ഥലം നദിയാണ്. ബിയാസ് നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കുളു. ഹിമാചൽ പ്രദേശിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റാണ് കുളു. ഈ ചെറിയ പട്ടണം പുരാതന കാലത്ത് ലഡാക്കിലേക്കുള്ള കച്ചവട സഞ്ചാരത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മണാലിയും സമീപ പ്രദേശങ്ങളും ഇന്ത്യയുടെ സംസ്കാരത്തിനും പൈതൃകത്തിനും ഒരുപാട് സംഭാവനകൾ നൽകുന്നുണ്ട്. മലനിരകളാൽ നിറഞ്ഞ കുളു ജില്ലയിലെ ഏറ്റവും വലിയ താഴ്വര കുളു താഴ്വരയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 3330 മീറ്റർ ഉയരത്തിലാണ് കുളുവിൻ്റെ ഏറ്റവും ഉയർന്ന മേഖലയുള്ളത്. നല്ല റോഡുകൾ. ഇതിന് ചിലർ റിവർ റാഫ്റ്റിംഗ് നടത്തുന്നു. ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടു. ഓഫ് സീസൺ ആയതുകൊണ്ട് റേറ്റിൽ ചെറിയ കുറവുമുണ്ട്. അവിടെ നിന്ന് നേരെ പോയത് ഒരു ഹോട്ടലിലേക്കാണ്. മനോഹരമായ വ്യൂവിൽ, നല്ല കാഴ്ചകളിൽ, നല്ലൊരു ഭക്ഷണം. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പോയത് ഒരു അമ്പലത്തിലേക്കാണ്. 5 നിലകളുള്ള അമ്പലം. അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണത്. മനോഹരമായ കാഴ്ച. വീണ്ടും എങ്ങും മനോഹരം തന്നെ. ഓരോ മുറികളിൽ ഓരോ പ്രതിഷ്ഠകളാണ്. അതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. നിരവധി ദൈവങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ. ആ അമ്പലത്തിൽ നിന്നും ഞാൻ താഴേക്കിറങ്ങി. അവിടെ വീഡിയോ എടുക്കാൻ അനുവാദമില്ലാത്തതിനാൽ മുഴുവൻ വീഡിയോ പകർത്തിയില്ല. സൈറ്റ് സീയിങ് ആണ് ഇന്നത്തെ ലക്ഷ്യം. ഇപ്പോൾ സമയം 11:30 വെളുപ്പിനെയുള്ള -6 ഡിഗ്രിയിൽ നിന്ന് മാറി തണുപ്പ് 10 ഡിഗ്രിയിലേക്ക് പോയിരിക്കുന്നു. അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം തണുപ്പിനെ ശരീരം അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു.
കുളു ടൗണിൽ പോകുന്നതിന് പകരം ഞങ്ങളൊരു മൊനാസ്ട്രിയിലേക്കാണ് യാത്ര തിരിച്ചത്. പോകുന്ന വഴിയിൽ സ്കൂൾ കുട്ടികളെയൊക്കെ കാണാം. മനോഹരമായ യൂണിഫോം ഇട്ട് വരുന്ന സ്കൂൾ കുട്ടികൾ. ഇവിടുത്തെ നിർമ്മിതികൾ വളരെ മനോഹരമാണ്. പ്രകൃതിയോടിണങ്ങുന്ന രീതിയിൽ പ്രകൃതിക്ക് നിറച്ചാർത്ത് നൽകുന്ന മനോഹരമായ നിർമ്മിതികൾ. ഇതാണ് കൈസ്കോംബ, ഒരു ബുദ്ധ മൊനാസ്ട്രി. ടിബറ്റൻ സംസ്കാരത്തോട് വളരെ അടുത്തു നിൽക്കുന്നവരാണ് ഈ ഹിമാചൽ പ്രദേശിലുള്ളവർ. ഒരിക്കൽ അവർ ടിബറ്റിൻ്റെ ഭാഗമായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. അവിടുത്തെ മനോഹരമായ മൊനാസ്ട്രിയുടെ നിർമ്മിതികളിലേക്ക് ഞങ്ങൾ കണ്ണോടിച്ചു. അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഭാഷ അറിയില്ല, പക്ഷേ അവിടെ എന്തോ കൊത്തിവെച്ചിരിക്കുന്നു. അത് ഏറെ കൗതുകമുണർത്തുന്നതായിരുന്നു. ഞങ്ങൾ വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി. മുകളിൽ ഒരു കുന്നിൻ്റെ ചെറിയ ഉയരത്തിലായാണ് ആ മൊനാസ്ട്രി നിലകൊള്ളുന്നത്. ഞങ്ങൾ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് നീങ്ങി. മൊനാസ്ട്രിയുടെ എൻട്രൻസ് ആണ്. നേരെ കാണുന്നത് ആ മൊനാസ്ട്രി. മൊനാസ്ട്രിയുടെ പിൻഭാഗത്തായിട്ട് മനോഹരമായ കാഴ്ചയാണ്. വളരെ വലിയൊരു കുന്നിൻ ചെരുവിലാണ് ഈ മൊനാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. മുറ്റം ടൈൽ പാകി മനോഹരമാക്കിയിരിക്കുന്നു. ചുറ്റുപാടും കെട്ടിടങ്ങൾ. ഈ കെട്ടിടങ്ങളിലൊക്കെ ഇവിടുത്തെ അന്തേവാസികളും പഠിക്കുന്ന കുട്ടികളും ഒക്കെയാണ്. വെയിൽ പരക്കെ വീണിരിക്കുന്നു. കുന്നിൻ മുകളിൽ വെയിൽ കൊണ്ട് തിളങ്ങുന്ന കാഴ്ച. ഇവിടെ ഒരു പ്രത്യേക രൂപം. സ്റ്റെയറിന് രണ്ട് വശങ്ങളിലായി മൊനാസ്ട്രിയിൽ ബെല്ലുകൾ വെച്ചിട്ടുണ്ട്. ഒരു മണിയുടെ രൂപത്തിലും മറ്റൊന്ന് വലിയ പ്ലേറ്റ് പോലെ. അതിനിടയിൽ മറ്റൊരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടു. മനോഹരമായ 3 നിർമ്മിതികൾ ചുറ്റും വേലികെട്ടി നിർത്തിയിരിക്കുന്നു. പ്രകൃതിയുടെ കാഴ്ചകൾ മതിവരുവോളം കണ്ടുകൊണ്ട് വീണ്ടും മുമ്പോട്ട് നടന്നു. കുട്ടികളൊക്കെ അവിടെ ഓടിക്കളിക്കുകയാണ്. ടിബറ്റൻ ലിപിയിൽ എഴുതിയ പുസ്തകങ്ങളാണ് അവരുടെ കൈവശമുള്ളത്. ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് അവൻ നാണം കൊണ്ട് മുന്നോട്ടോടി. വീണ്ടും മനോഹരമായ കാഴ്ചകൾ. ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് നിറം പകരുന്ന മറ്റു ഉപകരണങ്ങളാണ് ഈ റൂമിലുള്ളത്. അവിടെ നിന്നൊരാൾ അത് തുടർച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഞങ്ങൾ മൊനാസ്ട്രിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു. അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ഞങ്ങൾക്ക് ആകാംക്ഷയായി ഇതിനുള്ളിൽ എന്താണ് എന്നുള്ളത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇരിപ്പിടങ്ങളും അതിൻ്റെ ചേർന്ന് പുസ്തകങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. വാതിലിൽ തുണികളൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. എന്തൊക്കെയോ ആചാരങ്ങളുടെ ഭാഗമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. 2 വാതിലിലുമുണ്ട്. അവിടെ യഥേഷ്ടം സഞ്ചാരികൾക്ക് സന്ദർശിക്കാവുന്ന ഇടമാണ്. നിരവധി രൂപങ്ങൾ അവിടെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത് ബുദ്ധ വിഗ്രഹമാണ്. ബുദ്ധ പ്രതിമയ്ക്ക് ഒപ്പം തന്നെ അവരുടെ ആചാര്യന്മാരുടെയും ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. തക്പോ ഷുഡ്രുപ്ലിംഗ് മൊനാസ്ട്രി എന്നുകൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. ബുദ്ധമത തത്വചിന്താപരമായ പഠനങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമാണ് ഇവിടെ. കർശനമായ അച്ചടക്കം, ഗുണനിലവാരമുള്ള സന്യാസ വിദ്യാഭ്യാസം എന്നിവ ഈ മൊനാസ്ട്രിയുടെ സവിശേഷതകളാണ്. 15 തലത്തിലുള്ള ക്ലാസുകൾ ഇവിടെയുണ്ട്. നിരവധി പണ്ഡിതന്മാരാണ് ഇവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്, ബുദ്ധമത പണ്ഡിതന്മാർ. ഇതിനകത്ത് വളരെ ശാന്തമായ ഒരന്തരീക്ഷമാണ്. ടിബറ്റിലെ ബുദ്ധമത കേന്ദ്രമായ പൊട്ടാല കൊട്ടാരത്തിൻ്റെ ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ആ ചെറിയ മണി, ഇതിലാണ് കുട്ടികളുടെ പഠന സമയത്തേക്ക് അവർ ബെല്ലടിക്കുന്നത്. വീണ്ടും ദീർഘദൂരത്തിലുള്ള മനോഹര കാഴ്ചകൾ ഞങ്ങളെ ആകർഷിച്ചു. അപ്പോഴാണ് ഒരു മരത്തിൽ ഓറഞ്ച് നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾ കണ്ടത്. നിറയെ ഓറഞ്ചുള്ള ഒരു മരം. വീണ്ടും കുറേ എണ്ണം കൂടി അവിടെ നിൽപ്പുണ്ട്. ഒരു മനോഹരമായ കാഴ്ച തന്നെ. കുട്ടികൾ പഠനത്തിന് വേണ്ടി കയറി വരികയാണ്. ഒരു കൊച്ചു കുട്ടി കയ്യിൽ മിഠായിയുമായി പഠനത്തിന് വേണ്ടി കയറി വരുന്നു. അവരുടെ ആചാര്യൻ പഠന സമയമായപ്പോഴേക്കും ബെല്ല് മുഴക്കാൻ തുടങ്ങി. മണി ആവർത്തിച്ച് അടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും കുട്ടികളെല്ലാം വരിവരിയായി മൊനാസ്ട്രിക്കുള്ളിലേക്ക് വരാൻ തുടങ്ങി.
ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടന്നു. അപ്പോൾ താമസ സ്ഥലത്തു നിന്നും വീണ്ടും പഠന സ്ഥലത്തേക്ക് നീങ്ങുന്ന മൊണാസ്ട്രി വിദ്യാർത്ഥികളുടെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. എല്ലാവരുടെ കയ്യിലും പുസ്തകങ്ങളൊക്കെയുണ്ട്. ഒരു കൊച്ചു പട്ടിക്കുട്ടി, വളരെ ക്യൂട്ടാണ്, ആരെയും ആകർഷിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു. അടുത്ത ദിവസം മണാലിയിലെ റൊത്താം പാസിലേക്കാണ് യാത്ര തിരിക്കുന്നത്. പാക്കേജ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല, തീർത്തും സ്വതന്ത്രമായ യാത്രയാണ്. എറണാകുളത്ത് നിന്നും ഫ്ലൈറ്റിൽ ആഗ്രയിലെത്തി. ശേഷം ആഗ്രയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഡൽഹിയിലേക്ക് വന്നു. അവിടെ നിന്നും വോൾവോ ബസ്സിൽ മണാലിയിലേക്കും. കുറച്ച് ചെമ്മരിയാടുകളെ കണ്ടു, വളരെ മനോഹരമാണ്. എൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടി അവരെ നിർത്തി തന്നു. അവർ വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി നിന്നു തരികയാണ്. രോമമെടുത്തവയും രോമമെടുക്കാത്തവയും ഒക്കെ അക്കൂട്ടത്തിലുണ്ട്. ചിലർക്ക് രോമം കിളിർത്തു വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം റൊത്താങ് പാസ് മഞ്ഞുമലയിലേക്കാണ് യാത്ര.